ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ്. മനോഹർ വണ്ടിയുമായിട്ട് വരികയാണ്. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിൽ അങ്ങനെ വണ്ടി വെച്ചു. അപ്പോൾ അവിടുന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് ആ റെസ്റ്റോറൻറ്റിൽ നിന്നും ഒരു സ്ത്രീ ഇറങ്ങി വരുന്നത് കണ്ടത്. ഒരു സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു. മനോഹർ അതിൽ തന്നെ നോക്കുകയാണ്. മനോഹർ ആ സ്ത്രീയെ അത്ഭുതത്തോടെ നോക്കുകയാണ്. നല്ല ഭംഗിയുള്ള ഡ്രസ്സും നല്ല ഭംഗിയുള്ളൊരു സ്ത്രീ ആയതുകൊണ്ട് നന്നായിട്ട് നോക്കുകയാണ്. അപ്പോഴാണ് അവളും ശ്രദ്ധിച്ചത് അവൻ നോക്കുന്നത്. അപ്പോൾ അവൾ നോക്കുകയാണ്. രണ്ടുപേരും പരസ്പരം ഇതിനു മുമ്പേ കണ്ട ഭാവത്തിൽ ചിരിക്കുകയാണ്. അപ്പോൾ മനോഹർ മനസ്സിൽ ചിന്തിക്കുകയാണ്, അടുത്ത ഇര ചൂണ്ടയിൽ കുരുങ്ങിയോ? മനോഹർ അവളുടെ പിന്നാലെ ഓടി വന്നിട്ട് പറയാണ്, എക്സ്ക്യൂസ് മീ, എന്താ പേര്? അപ്പോൾ അവളൊന്നും പറഞ്ഞില്ല. അവൾ വീണ്ടും ചോദിക്കുകയാണ്, യുവർ ഗുഡ് നെയിം പ്ലീസ്. അപ്പോൾ അവൾ ആക്ഷനായിട്ട് പറയുകയാണ് സംസാരിക്കാൻ കഴിയില്ലെന്ന്. അത് കേട്ട് മനോഹർ, അയ്യോ സംസാരിക്കില്ല അല്ലേ? ഓ സോറി, എവിടെയോ വെച്ച് കണ്ടതുപോലെ തോന്നുന്നു. അപ്പോൾ അവളും പറയാണ് ആക്ഷനായിട്ട്, ഞാനും എവിടെയോ വെച്ച് കണ്ടതുപോലെ തോന്നുന്നു. ഓ, കുട്ടിക്കും അങ്ങനെ തോന്നിയോ? അവളുടെ സ്വർണം അവൻ നോക്കുകയാണ്. അപ്പം നോക്കുമ്പോൾ ഒരുപാട് ഡയമണ്ട് സാധനങ്ങളാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവൻ പറയാണ്, ദൈവമേ, ഒരുപാട് വില കൂടിയ ആഭരണങ്ങളാണ് അണിഞ്ഞിരിക്കുന്നത്. സംസാരിക്കില്ലെങ്കിലും ചെറിയ മീനല്ല. അപ്പോഴാണ് അവൾ ഒരു കാർഡെടുത്ത് കൈ കൊടുത്തത്. അപ്പോൾ അവൻ ആക്ഷനായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇതിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടെന്ന്. ഓ, ഇതിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടല്ലേ? ശരി, ഞാൻ വിളിച്ചോളാം. ഓ, വിളിച്ചാലും ഇങ്ങോട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? ആ കാര്യം ഞാൻ മറന്നു. ഓ, കേൾക്കാൻ പറ്റുമല്ലേ? ശരി ശരി ശരി. പിന്നെ അവൾ വണ്ടിയിൽ കയറിപ്പോയി. വണ്ടിയിൽ കയറിയതിന് ശേഷം ടാറ്റാക്കാണ്. പിന്നെ അവൻ കാർഡ് നോക്കിയിട്ട് പറയാണ്, സംസാരിക്കാൻ കഴിയാത്ത സുന്ദരിയുടെ പേര് വന്ദന. വന്ദനയ്ക്ക് വന്ദനം. അല്ല, ഒരേ സമയം തന്നെ ഇനി രണ്ടുപേരെ മാനേജ് ചെയ്യേണ്ടിവരുമല്ലോ. ഇവൾ സംസാരിക്കാത്തത് കൊണ്ട് അടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഇതുവരെ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഞാൻ സ്നേഹിച്ചിട്ടില്ല. പക്ഷേ ഇവളെ കണ്ടാൽ സംസാരിക്കാത്ത പെൺകുട്ടിയാണെന്ന് തോന്നത്തേയില്ല. സുന്ദരിയ, അതോടൊപ്പം തന്നെ നല്ല ക്യാഷുമുണ്ട്. മനോഹർ പിന്നെ സന്തോഷത്തോടെ അവിടെ നിന്നും ഓടിപ്പോയി. പിന്നെ കാണിക്കുന്നത് പ്രകാശനെയാണ്. പ്രകാശനും വിക്രം, രാഹുലൊക്കെ അടുത്ത നീക്കത്തിലാണ്. പ്രകാശൻ രാഹുലിൻ്റെ അടുത്ത് പറയാണ്, രാഹുലേ, ഇത്രയും കാലം കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇനി ഒരു പിഴവും സംഭവിക്കരുത്. നിനക്കൊരു കാര്യം അറിയോ? നമ്മളെ എല്ലാവരെയും കോമാളികളാക്കിക്കൊണ്ട് അവരെല്ലാം ചിരിക്കുകയായിരിക്കും ഇപ്പോൾ. എല്ലാവരും ഒത്തുകൂടുന്ന സമയത്ത് ഞാനും നീയൊക്കെ തമാശ കഥാപാത്രങ്ങൾ. ഇപ്രാവശ്യം ഒരു പിഴവും സംഭവിക്കില്ല എന്ന് നീ ഉറപ്പ് തരികയാണെങ്കിൽ ഞാനും എൻ്റെ മോനും നിൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറാണ്. നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ എൻ്റെ കമ്പനിയിലുണ്ടായിരുന്ന സ്റ്റാഫായിരിക്കുന്ന അലക്സിനെ വിക്രത്തിനറിയാലോ? അവനാണ് പുലിയ. എന്നാലേ അവൻ പോയിരിക്കുക കിരണിൻ്റെ നെഞ്ചത്ത് ആണി നരിക്കുന്നവരെ കണ്ടെത്താൻ. ഇന്ന് തന്നെ ഞങ്ങൾ മീറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം വിക്രം, എനിക്ക് ഒന്നിനും ഒരു വിശ്വാസമില്ല. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തത്. ഇപ്പം തന്നെ നമ്മൾ 3 പേരും സംസാരിക്കുന്നത് തന്നെ നമ്മുടെ ശത്രുക്കൾ അറിയുന്നുണ്ടാവും. അങ്ങനെ അറിഞ്ഞിട്ട് അവർ നമ്മളെ കൊല്ലുന്നെങ്കിലും അങ്ങ് കൊന്നോട്ടിടാം. എന്നാലും ചന്ദ്രസേനൻ്റെ ജഡം കാണാൻ വേണ്ടി ചെന്ന എന്നെ അതേ അവസ്ഥയിലാണ് എന്നെ അവനും അവൻ്റെ പെങ്ങളും ഒക്കെ പറഞ്ഞയച്ചത്. ജഡമായിട്ട്. അതിന് എൻ്റെ പെങ്ങളും കാരണക്കാരിയാണ്. ആ രംഗം എനിക്ക് മറക്കാൻ പറ്റില്ല. പ്രകാശ, നീ പറഞ്ഞതുപോലെ ഞാൻ കുറച്ചൊന്ന് കോമാളിയായി. എൻ്റെ ഭാര്യയുടെയും മകളുടെയും ഒക്കെ മുമ്പിൽ. അത് ഞാൻ പോലും പ്രതീക്ഷിക്കാതെ എൻ്റെ കുടുംബത്തിൽ നടന്ന പ്രശ്നങ്ങളാണ്. എന്നാൽ ഇനി എനിക്കൊന്നും നോക്കാനില്ല. ഇത് കലാശക്കോട്ട. ഇവിടെ എൻ്റെ പെങ്ങളെ ഞാൻ കരയിക്കും. കിരണും കല്യാണി ഒന്നുമല്ല എൻ്റെ നെഞ്ചിലിപ്പോൾ തീ കോരിയിട്ടത്. ഞാൻ എന്നും വിശ്വസിച്ചിരുന്ന അവളാ, ആ രൂപയാ. അന്നേ എൻ്റെ മോഹങ്ങൾ തല്ലിക്കെടുത്തിയ അവളെ ഞാൻ വെച്ച് പൊറുപ്പിക്കില്ല. രാഹുൽ പോയി കഴിഞ്ഞപ്പോൾ പ്രകാശം പറയാണ്, എടാ മക്കളെ, അവനിപ്പോൾ തീയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ അവൻ്റെ കാര്യം ഇവൻ നോക്കിക്കോളും. വിക്രം പറയാണ്, അയാളെ കാണുമ്പോൾ തന്നെ ചൂടാക്കിക്കൊണ്ടിരിക്കണം. ആ സരയുവിനെ ഞാനും തിളപ്പിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ജയിൽ പുള്ളി എന്നുള്ളൊരു പേരുണ്ട്. ജയിലിൽ കിടക്കാൻ എനിക്ക് പേടിയുമില്ല. അതുകൊണ്ട് ഞാനും ഇത് തീരുമാനിച്ചു തന്നെയാണ്. എടാ ചെറുക്ക, ഇനി നീ ജയിലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വരില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ടത്. നിന്നെ ജയിലിൽ വന്ന് കാണുന്നതിനേക്കാൾ നല്ലത് ഞാൻ ജയിലിൽ കിടക്കുന്നേടാ. അതാണ് എനിക്ക് താല്പര്യം. അതൊക്കെ നമുക്ക് നോക്കാം. പിന്നെ കാണിക്കുന്നത് കിരണിനെയാണ്. കിരൺ ബെഡ്റൂമിൽ ലാപ്ടോപ്പ് എടുത്ത് എന്തൊക്കെ ചെയ്യാണ്. ഇവിടെ കല്യാണി കട്ടൻ ചായയുമായി വന്നിട്ട് ചിരിക്കുകയാണ്. പിന്നെ കല്യാണി കിരണിനോട് പറയാണ്, നമ്മൾ എത്ര തവണ താക്കീത് കൊടുത്തതാ ആ മനോഹറിന്, എന്നിട്ടും ഒരു മാറ്റവും ഇല്ലല്ലോ കിരണേട്ടാ. അങ്ങനെ മാറാത്തവനെ ഇപ്പം അകത്താക്കാൻ നമുക്ക് പറ്റില്ല.
അതിനുള്ള സമയം ഇപ്പോഴും ആയിട്ടില്ല. നിത എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അവൾക്ക് അതുകൊണ്ട് ചതി പറ്റില്ല. അതുകൊണ്ട് കാര്യമില്ലല്ലോ കല്യാണി, അവൻ്റെ സ്വഭാവം നിർത്തണ്ടേ? ഇന്ന് ജുബാന അവനും നിധിയും തമ്മിലുള്ള സീൻ കണ്ടു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ പെൺകുട്ടിയെ തേടി പിടിക്കാനും അവളെ ഉപദേശിക്കാനും ഒക്കെ കഴിഞ്ഞത്. അങ്ങനെ ആരും കണ്ടില്ലായിരുന്നെങ്കിലോ? അവളും ഇവൻ്റെ ചതിയിൽ വീഴില്ലായിരുന്നോ? അവന് തക്കതായ ഒരു തിരിച്ചടി കൊടുത്തേ പറ്റൂ കിരണേട്ടാ. ഒരു കൊമ്പ് ഒടിഞ്ഞാൽ മറ്റൊരു ബലമുള്ള കൊമ്പ് തേടിപ്പിടിച്ച് പോകുന്നവനാ അവൻ. ഇനി പെൺകുട്ടികൾ അവനാൽ വഞ്ചിക്കപ്പെടാൻ പാടില്ല. കിരൺ പറയാ, അതിനി ഒറ്റ മാർഗ്ഗമേ. എന്താ കിരണേട്ടാ? അവനെ കൊല്ലണം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ അവനെ ജയിലിലാക്കണം. രണ്ടിനും കഴിയാത്ത അവസ്ഥയായിപ്പോയി. ഇത് ഒരു തരം രോഗമാണ് കല്യാണി. അതിന് നിന്നു കൊടുക്കാൻ കുറേ പെൺകുട്ടികളും. അത് കേട്ട് കല്യാണി, അതിന് പെൺകുട്ടികളെ പറയേണ്ട കാര്യമൊന്നുമില്ല. മിക്ക പെൺകുട്ടികളും സ്നേഹത്തിന് മുമ്പിൽ തോൽക്കുന്നവരാ. എന്നാലും നിന്നെപ്പോലുള്ള പെൺകുട്ടികൾ ഈ രീതിയിൽ ചതിക്കപ്പെടാനായിട്ട് നിന്നു കൊടുക്കില്ല. അതിന് മനോഹറിനെ പരിചയപ്പെടുന്ന ആർക്കും അറിയില്ലല്ലോ അവൻ്റെ മനസ്സിലെന്താണെന്നും. തല്ലിയാലും പഠിക്കാത്തവനെ എന്തു ചെയ്യണം? പാമ്പ് വീട്ടിനകത്ത് കയറി വന്നാൽ അതിനെ ഒന്ന് നോവിച്ചു വിട്ടാൽ പിന്നെ അത് ആ ഏരിയയിൽ തന്നെ വരത്തില്ല. ഇവനാണെങ്കിൽ അങ്ങനെയല്ലല്ലോ. തോറും അവൻ്റെ വീര്യം കൂടിക്കൊണ്ടല്ലേ ഇരിക്കുന്നത്. നമുക്ക് ശരിക്കൊന്ന് ആലോചിക്കണം കിരണേട്ടാ, അവന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. കിരൺ പറയാ, സരയുവിൻ്റെ അഹങ്കാരം തീർന്നിട്ടില്ല. അതുകൊണ്ടാ അവൾ അവനൊപ്പം നിന്നോട്ടെ എന്ന് നമ്മൾ കരുതുന്നത്. അതങ്ങനെ നിന്നോട്ടെ, എങ്കിലും അവനെ ഒരു പാഠം പഠിപ്പിക്കണം കിരണേട്ടാ, കല്യാണി കിരണിനോട് പറയാം. നീതു വന്നിട്ട് അങ്ങനെ മനുവിനെ കാത്തു നിൽക്കുകയാണ്. വന്നപ്പോൾ തന്നെ മനോഹർ പറയാണ്, നീതു മോളെ. അപ്പോൾ നീതു, നീ ഇതുപോലെ എത്ര പേരെ നീതു മോളെ എന്ന് വിളിച്ചിട്ടുണ്ട്? അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്? നിൻ്റെ സംസാരവും പെരുമാറ്റവും എല്ലാ പെൺകുട്ടികളെയും വീഴ്ത്തിക്കളയുന്നത്. നിന്നെ പറ്റിയുള്ള സകല ഡീറ്റെയിൽസും ഞാൻ അറിഞ്ഞു. ഈശ്വര, ആരോ എന്തോ മണത്തറിഞ്ഞിട്ട് ഇവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവൾ ചോദിക്കുകയാണ്, നീ എന്താ ആലോചിക്കുന്നത്? ആരാ എന്നെപ്പറ്റി പരദൂഷണം പറഞ്ഞ് എന്ന് ആലോചിക്കുകയായിരുന്നു. പരദൂഷണമൊന്നുമല്ല, കേട്ടതൊക്കെ സത്യം എന്താണെന്ന് കൂടെ പറഞ്ഞേ, ഞാനും കൂടെ കേൾക്കട്ടെ. കേൾക്കുന്നതിന് മുമ്പ് സത്യം പറഞ്ഞവരെയൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. ഓരോരുത്തരെയും അവൾ ഫോണിൽ കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ അവൾ സരേവിനെ കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, ഇതല്ലേ ഇപ്പം നിന്റെ നിലവിലുള്ള ഭാര്യ? ബാക്കി എല്ലാവരും ചതി മനസ്സിലാക്കിയിട്ട് നിന്നെ വിട്ടു പോയതല്ലേ? വീണ്ടും ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് അവൾ ചോദിക്കുകയാണ്, നിനക്ക് ഇവരെ അറിയോ? ഇവർ നിന്നോട് പലതവണ പറഞ്ഞതല്ലേ ഇനി പെൺകുട്ടികളുടെ പിന്നാലെ നടക്കരുതെന്ന്. കല്യാണിയുടെ ഫോട്ടോ ആയിരുന്നു. പിന്നെ അവൾ അവൻ്റെ കുത്തിന് പിടിക്കുകയാണ്. എനിക്ക് ഭാഗ്യമുണ്ടടാ, അതുകൊണ്ടാണ് നിൻ്റെ അനേകം ഭാര്യമാരിൽ എനിക്ക് അങ്ങനെ ആവാൻ കഴിയാതെ പോയത്. ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നീ എന്നെയും കരയിച്ചേനെ. നീ മേലിൽ എൻ്റെ മുന്നിൽ വന്നു പോകരുത്. എത്ര തവണ കല്യാണിയും അവരുടെ ഹസ്ബൻഡും നിനക്ക് താക്കീത് തന്നതാ, നിരപരാധിയായ പെൺകുട്ടികളെ കള്ളക്കഥ പറഞ്ഞ് അവരുടെ ജീവിതം തകർക്കരുത് എന്ന്. എന്നിട്ടും ആ സ്വഭാവം മാറ്റാൻ നീ തയ്യാറായില്ലെങ്കിൽ ഇങ്ങനെയുള്ള പെൺകുട്ടികളുടെ കൈകൊണ്ട് തന്നെയായിരിക്കും നിന്റെ മരണം. ഇതെൻ്റെ അവസാനത്തേതാ. മിണ്ടാതിരിടാ. നീ ഇതുപോലെ എത്ര പെൺകുട്ടികളോട് പറഞ്ഞിട്ടുണ്ടാവും? നീ ഇങ്ങനെ എത്ര തവണ കല്യാണിക്ക് വാക്ക് കൊടുത്തതാ? നിന്നെ കൊണ്ട് അതിന് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീ ഞങ്ങൾ പെൺകുട്ടികളുടെ കൈകൊണ്ട് തീരുമെന്ന്. പാവപ്പെട്ട പെൺകുട്ടികളെ പറഞ്ഞു പറ്റിച്ച് അവരുടെ ജീവിതം തുലക്കാതെ മാന്യമായി ജോലി ചെയ്ത് ജീവിക്കടാ. അവൾ പിന്നെ അവനെ അടിച്ചോടിച്ച് വണ്ടിയിൽ കയറുകയാണ്. ഒരു കണക്കിന് ഇങ്ങനെ സംഭവിച്ചത് നന്നായി. സംസാരിക്കില്ലെങ്കിലും മറ്റൊരു നിനച്ചിരിക്കാത്ത നേരത്ത് മുന്നിൽ വന്ന് പെട്ടല്ലോ. അവൾക്കൊരു മെസ്സേജ് കൊടുക്കാം. അപ്പം തന്നെ മനോഹർ അവൾക്ക് മെസ്സേജ് അയക്കുകയാണ്. ഹായ് വന്ദന, ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് കണ്ടയാളാണ്, ഒന്ന് കാണാൻ പറ്റുമോ? അവൾ അപ്പം തന്നെ മെസ്സേജ് തിരിച്ചയച്ചു. അതിനെന്താ, കാണാമല്ലോ. എവിടെയാണ് വരേണ്ടത്? നമ്മുടെ അമ്പലത്തിനടുത്തുള്ള പാർക്കിൽ വെച്ച്. രാഹുൽ വന്നിട്ട് ജനലിൻ്റെ ഉള്ളിൽ കൂടി നോക്കുകയാണ് ഇപ്പുറത്തേക്ക്. അപ്പോൾ ഷാരിയും അവിടെ വന്ന് നിന്നിട്ട് നോക്കുകയാണ് എന്ത് കാഴ്ചയാണ് കാണുന്നതെന്ന്. എന്നിട്ട് ഷാരി ചോദിക്കുകയാണ്, എന്തിനാ പിള്ളേർ പോകുന്നത് ഇങ്ങനെ നോക്കുന്നത്? അതെന്തിനാ നീ അറിയുന്നത്? എന്നും അവനും അവളും ഇതേ രീതിയിൽ പോകാൻ ഒക്കില്ലടി. ഇതേ രീതിയിൽ എന്നും അവരെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുമെന്ന് നിങ്ങളും ചിന്തിച്ചാൽ മതി. അത്രയ്ക്ക് നിങ്ങളുടെ കള്ളത്തരങ്ങൾ അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞു. രൂപയും തിരിച്ചറിഞ്ഞ് കഴിഞ്ഞതല്ലേ നിങ്ങളെ. അതുകൊണ്ടിനി പെങ്ങളുള്ള സ്നേഹം നടിച്ച് മക്കളോടിനി യാതൊരു സിമ്പതിയും കാണിക്കേണ്ട ആവശ്യമില്ല. അവൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവളെ കൊണ്ട് അവളുടെ മക്കളുടെ കർമ്മം ഞാൻ കഴിപ്പിക്കും. അത് കേട്ട് വന്ന സരയു പറയാണ്, വെറുതെ വായിൽ വന്ന് നോക്കിയ വിളിച്ചു കൂവി നടക്കാതെ. നിങ്ങൾ കാരണം എൻ്റെ മനുവേട്ടൻ പോലും പിണങ്ങിപ്പോയി. രാഹുൽ ചിരിച്ചുകൊണ്ട് പറയാണ്, അതെന്തുകൊണ്ടും നന്നായി. നന്നായെന്നോ? അച്ഛൻ എന്ന് പറയുന്ന നിങ്ങളെ കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങിപ്പോയാലും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ എൻ്റെ മനുവേട്ടനെ എനിക്ക് നഷ്ടപ്പെടാനുണ്ടല്ലോ. അതെൻ്റെ ജീവൻ പോകുന്നതിന് തുല്യ. എൻ്റെ മോക്കും എനിക്കും ഇനി ആകെയുള്ള ആശ്രയം എന്ന് പറയുന്നത് മനുവേട്ടനാണ്.
അവൻ മിക്കവാറും എൻ്റെ കൈ കൊണ്ട് തീരും. മിണ്ടിപ്പോകരുത്. ഇവിടെ കടന്ന് കുറച്ച് പ്രകടനം നടത്തിയെന്ന് കരുതി ഞങ്ങൾ ആരെയും ഭയന്നിട്ടില്ല. നിന്നെ മാത്രമേ ഞാൻ കൈപൊക്കി ഒന്നും ചെയ്യാതെയുള്ളൂ. അത് നീ എൻ്റെ മോളായതുകൊണ്ട് മാത്രം. പക്ഷേ ഇനി ആരെൻ്റെ നേരെ വിരൽ ചൂണ്ടിയാലും ആ കൈ ഞാൻ കൊത്തിമുറിക്കും. അതാരും മറക്കണ്ട. അതും പറഞ്ഞ് രാഹുൽ അവിടെ നിന്നും പോയി. അപ്പം ഷാരി പറയാണ്, മോളെ വഴക്കിനൊന്നും പോകണ്ട. നേര് ഒന്നാമതേ സമനില തെറ്റി നടക്കുക. ഇതിൻ്റെ കാരണവും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞതാണല്ലോ. നിങ്ങളുടെ സ്വത്ത് മോഹിച്ചിട്ട് കിട്ടില്ല എന്നറിഞ്ഞാൽ ആരും മനോരോഗിയാവില്ലേ? ഇപ്പോഴാ ശരിക്കും അയാൾ വട്ടനായത്. അതുകൊണ്ട് നമ്മൾ ശരിക്കും ഭയന്നേ പറ്റൂ. ഇങ്ങനെയെങ്കിലും മനുവേട്ടൻ വിസയൊക്കെ ഒന്ന് ശരിയാക്കിയാൽ മതിയായിരുന്നു. പിന്നെ അനസിനോട് പറഞ്ഞിട്ട് ഒരു ഗുണ്ടയെ ഏൽപ്പിക്കാമെന്ന് കരുതിയിട്ട് വഴിയരികിൽ കാത്തു നിൽക്കുകയാണ് രാഹുൽ. അപ്പോഴാണ് അവൻ വന്നിട്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് പറയാണ്, അനസ് പറഞ്ഞ ആ മുരുകൻ ഞാനാണ്. പിന്നെ രാഹുൽ മടിക്കാതെ കൈ കൊടുക്കുകയാണ്. അനസ് എല്ലാം പറഞ്ഞായിരുന്നോ? പറഞ്ഞിരുന്നു. എതിരാളികൾ വളരെ ശക്തരാണെന്നും പഴയകാല കാര്യങ്ങൾ വെളിപ്പെടുത്തിയും അനസ് സാർ പറഞ്ഞിരുന്നു. രാഹുൽ പറയാണ്, ഇതൊരു ജീവൻ മരണ പോരാട്ടാ. അയാളെ കൊല്ലുന്നതും അങ്ങനെ തന്നെയാണ് സാറേ. ഈ കേസ് എന്നല്ല, വലിയവനായാലും ചെറിയവനായാലും കൊല്ലുന്നത് നിസ്സാരക്കാരിയല്ല. ഇതിൻ്റെ പേരിൽ എനിക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല. സന്തോഷത്തോടെ ഞാൻ ജയിലിലേക്ക് പോകും. എന്നെ തൂക്കിക്കൊന്നാലും ഞാനത് ചിരിച്ചുകൊണ്ട് തന്നെ സ്വീകരിക്കും. പക്ഷേ കാര്യം നടക്കണം. പിന്നെ കൊട്ടേഷൻ തരുന്നതിന് ടാർജറ്റ് എന്താണെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അവൻ ഫോണിൽ നിന്നും ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്, കിരണിൻ്റെ ഫോട്ടോ. അപ്പോൾ രാഹുൽ പറയാണ്, ആ ഇത് തന്നെ, ഞാൻ ഫിനിഷായെന്ന് സാറ് കരുതിക്കോ. അത് കേട്ട് രാഹുൽ ചിരിച്ചുകൊണ്ട് പറയാണ്, കാര്യങ്ങൾ അത്ര ലാഘവത്തോടെ കാണരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. സാറേ, കാക്കിയിട്ടവരെ വരെ കാലൻ്റെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പിന്നെ രാഷ്ട്രീയത്തിൻ്റെ തലപ്പത്തുള്ളവരെ എതിരാളികൾക്ക് വേണ്ടി വെട്ടി വീഴ്ത്തിയിട്ടും ഉണ്ട്. അതുകൊണ്ട് ഇതെനിക്കൊരു ചീള് കേസാ. മുരുകനെ പോലെയുള്ള ആൾക്കാർ സ്ഥിരം പറയുന്ന പല്ലവി ഇത്. അവസാനം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ വേറെ ന്യായങ്ങളും പറയും. അപ്പോൾ മുരുകൻ പറയാണ്, എൻ്റെ ജീവിതത്തിൽ പരാജയം ഇല്ല സാറേ. അതുകൊണ്ട് അതേപ്പറ്റിയൊന്നും നമുക്ക് സംസാരിക്കണ്ട. എന്നെ വിശ്വാസമില്ലാതെ ഈ കേസ് ഏറ്റെടുക്കാൻ പറഞ്ഞാൽ ഞാൻ ഏറ്റെടുക്കില്ല. അനസ് പറഞ്ഞു വിട്ടതല്ലേ, അതുകൊണ്ട് എനിക്ക് 100% വിശ്വാസമാണ്. എന്നാൽ പിന്നെ അവൻ്റെ ജാതകം തീർന്നെന്ന് കരുതിക്കോ. അപ്പോൾ ഡീലൊക്കെ ഞാൻ അനസുമായിട്ടാവാം. മതി. അനസാർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തോളും. അനസാറിൻ്റെ കമ്മീഷൻ എടുത്തിട്ട് എപ്പോഴാന്ന് വെച്ചാൽ സാറ് വിളിച്ചോ, ഞാൻ വെളിപ്പുറത്ത് തന്നെയുണ്ട്. ശരി. പിന്നെ മുരുകൻ വണ്ടിയിൽ കയറി പോകുന്നതും നോക്കി നിൽക്കാണ് രാഹുൽ. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. സീ യു ഓൾ.